കെടുതിയുടെ നേർക്കാഴ്ചയായി ജില്ലയിലെ ജാതി കൃഷി. കാലവർഷത്തിന്റെ കെടുതികൾ ഏലം, വാഴ കർഷകരെ മാത്രമല്ല ബാധിച്ചത്. വിളവെടുക്കാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ ജാതിക്കായ്കളും പൂവുകളും പൊഴിഞ്ഞു വീണപ്പോൾ തകർന്നത് ജാതി കർഷകരുടെ സ്വപ്നങ്ങളാണ്. നിലവിലുള്ള വിളവ് നശിച്ചതിനൊപ്പം അടുത്ത വിളവിനും കാറ്റ് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത്. കത്തിനിന്ന വേനൽക്കാലത്ത് നനയെത്തിച്ചും വലിയ മുതൽ മുടക്കിൽ പരിപാലിച്ച ജാതികളിൽ ഇത്തവണ മികച്ച വിളവായിരുന്നു ഉണ്ടായിരുന്നത്. ജാതിക്കായ്ക്ക് മോശമല്ലാത്ത വില ലഭിച്ചിരുന്നതും കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ കലിതുള്ളിയെത്തിയ കാലവർഷമെല്ലാം തകർത്തു. ശക്തമായ കാറ്റിൽ മൂപ്പത്താത്ത ജാതിക്കായ്കൾ പൂർണ്ണമായും നിലംപതിച്ചു. വിളവെടുപ്പിന് 2 മാസം ബാക്കി നിൽക്കെയാണ് ശക്തമായ കാറ്റിൽ ജാതിക്ക പൊഴിഞ്ഞുപോയത്. 10,000-കണക്കിന് നഷ്ടമാണ് ജാതി കർഷകർക്കുണ്ടായത്. സ്പൈസസ് ബോർഡിൽ നിന്ന് എനിക്ക് ട്രയർ തന്നിട്ടുണ്ട് സബ്സിഡി റേറ്റിൽ. ആ ട്രയറിനകത്ത് മഴക്കാലമാണെങ്കിൽ ട്രയറിൽ കൊണ്ടുപോയി പൂവും കായും ഒക്കെ ഉണങ്ങി നന്നായിട്ട് വിപണി നല്ല പോലെ മാർക്കറ്റിൽ ലഭിക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരാഴ്ചക്കാലത്തെ കാറ്റും മഴയും കാരണം എനിക്ക് 50,000 രൂപയുടെ ജാതിക്കായും പൂവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ജാതി കൃഷിക്കാരനെ സംബന്ധിച്ച് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സ്ഥിതി. പൂവിരിഞ്ഞുണ്ടായ പിഞ്ചുകായും പൂവുകളും കാറ്റെടുത്തു. വരുംകാല വിളവിനെയും ഇത് പ്രതികൂലമായി ബാധിച്ചു. അടിയന്തര സർക്കാർ സഹായങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം ജാതി കൃഷിക്കാരുടെ ദുഃഖങ്ങളും അവരുടെ പരിദേവനങ്ങളും അവരുടെ പ്രയാസങ്ങളും അവർക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് അന്വേഷണം നടത്തി കൃഷിക്കാർക്കുണ്ടായ നഷ്ടം കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ ദുഃഖകരമായ ഈ കാർഷിക മേഖല, പ്രത്യേകിച്ച് ജാതിക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം തീർത്തുന്നതിന് ആവശ്യമായ നടപടി ഉണ്ടാകണം. ജാതി കൃഷിക്ക് സ്പൈസസ് ബോർഡിൽ നിന്നും ഒരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. ജാതിക്കായ ഉണക്കുന്നതിന് ഡ്രയറിന് സബ്സിഡി നൽകിയെങ്കിലും ഉണങ്ങാൻ കായില്ലാത്ത അവസ്ഥയാണ്. വിഷയത്തിൽ കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ജാതി കർഷകരെ നിലനിർത്തുന്നതിന് ധനസഹായ വിതരണം നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.